ഹായ് ഡിയേഴ്സ്, നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയെന്ന് നമുക്ക് നോക്കിയാലോ. എനിക്കിപ്പോൾ നിന്നെ സ്നേഹിക്കാൻ കഴിയില്ല. അവരുടെ സാഹചര്യം അത്ര നല്ലതല്ല. അതുകൊണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു സ്നേഹം അവർക്ക് നൽകാൻ സാധിക്കില്ല എന്നാണ് അവർ പറയുന്നത്. ബെസ്റ്റ് ഓഫ് ലക്ക്. അവർ നിങ്ങൾക്ക് ആശംസകൾ നൽകുകയാണ്. വിവാഹം, നിങ്ങളുടെയോ അവരുടെയോ വിവാഹം നടക്കാൻ പോവുകയായിരിക്കും, അല്ലെങ്കിൽ ഉറപ്പിച്ചിട്ടിരിക്കുകയായിരിക്കും. ചിലപ്പോൾ നിങ്ങളുടെ തന്നെയായിരിക്കാം വിവാഹം ഉറപ്പിച്ചിട്ടിട്ടുണ്ടായിരിക്കുക. അല്ലെങ്കിൽ വിവാഹം എന്നൊരു സംഭവം നിങ്ങളുടെ ആരുടെങ്കിലും ഒരു ലൈഫിൽ, നിങ്ങളുടെ തന്നെ ആവണമെന്നില്ല, നിങ്ങളുടെ റിലേറ്റീവ്സിൻ്റെ ഒക്കെ ആയിരിക്കാം. അതിലൂടെ നിങ്ങൾ തമ്മിൽ കണ്ടുമുട്ടാൻ ഒരു ചാൻസ് നിങ്ങൾക്ക് വരുന്നതുമായിരിക്കാം. അങ്ങനെയും പറയാം. ഏപ്രിൽ, ഈ ഒരു മാസവുമായി നിങ്ങൾക്കോ അവർക്കോ എന്തൊക്കെയോ ബന്ധമുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ കണ്ടുമുട്ടാൻ പോകുന്നത് ഒരു പക്ഷേ ഏപ്രിൽ മാസത്തിലായിരിക്കാം. അങ്ങനെയും പറയാം. അഡിക്റ്റഡ് ടു യു. അഡിക്ഷൻ, നിങ്ങളോട് ഭയങ്കര ഒരു അഡിക്ഷൻ ആണെന്ന് അവർക്ക്. ബിസി, തിരക്കുണ്ട് നിങ്ങൾക്കോ അവർക്കോ. നിങ്ങൾ ഒരു പക്ഷെ കരിയർ ആയി ബന്ധപ്പെട്ട എന്തോ വലിയൊരു തിരക്കിലായിരിക്കാം. ഒരുപാട് വൈകിപ്പോയി. ഐ മൂവ്ഡ് ഓൺ. എന്തോ ഒരു കാര്യം അതിൽ നിന്ന് അവർ പിന്മാറുകയാണ് എന്നാണ് പറയുന്നത്. ഐ വാസ് ചീറ്റിംഗ് ഓൺ യു. ഓക്കെ, അവർ നിങ്ങളെ ഏതെങ്കിലും രീതിയിൽ ചതിക്കുകയായിരുന്നിട്ടുണ്ടായിരിക്കാം. അതാണ് ഇവിടെ ലഭിക്കുന്ന മെസ്സേജ്. ഒരു പക്ഷേ അങ്ങനെ ചതിക്കുന്നതിൽ നിന്ന് അവർ പിൻവാങ്ങുന്നു എന്നൊരു മെസ്സേജും ആയിരിക്കാം. നേരത്തെ വന്നിട്ടുണ്ടായിരുന്നല്ലോ, ഐ മൂവ്ഡ് ഓൺ എന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നല്ലോ, കണക്ട് ചെയ്ത് പറഞ്ഞതാണ്. ഇറ്റ്സ് നോട്ട് ദ റൈറ്റ് ടൈം. എന്തോ ഒരു കാര്യം അതിന് ശരിയായ സമയമല്ല എന്നാണ് അവർ പറയുന്നത്. വാട്ടർ സൈൻ, ക്യാൻസർ, സ്കോർപിയോ, പൈസീസ്, ഇതെല്ലാം വാട്ടർ സൈൻ ആണ്. ഇതിലേതെങ്കിലും ഒന്നായിരിക്കാം. നിങ്ങളോ അവരോ, അല്ലെങ്കിൽ രണ്ടുപേരും, അങ്ങനെയായിരിക്കാം. മെയ്, ഈ ഒരു മാസവുമായി നിങ്ങൾക്ക് അവർക്കോ എന്തെങ്കിലും ബന്ധമുണ്ടായിരിക്കും. ഞാൻ നിനക്ക് വേണ്ടി കാത്തിരിക്കുന്നു. അവർ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. തീരുമാനം നിന്റേതാണ്. എന്തോ ഒരു കാര്യം, അതിന്റെ തീരുമാനം നിങ്ങൾക്ക് വിട്ടു നൽകിയിരിക്കുകയാണ് അവർ.